ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഫക്ട് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് മുഖം ഇതുപോലെ ഡിറ്റക്ട് ചെയ്തിട്ട് കണ്ണ് വേറെ, പിരികം വേറെ, കവിള് വേറെ, താടി വേറെ, ചുണ്ട് വേറെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗങ്ങളും ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് നമ്മൾക്ക് കളർ ഗ്രേഡ് ചെയ്യണോ, കളർ ഈ ഗേൾസിൻ്റെ ഒക്കെ കല്യാണ വീട്ടിലൊക്കെ മേക്കപ്പ് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് റെഡ് കളറോ അല്ലെങ്കിൽ അങ്ങനത്തെ മേക്കപ്പിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്യാം. ചുണ്ട് ചുമപ്പിക്കാം, വേറെ കളറിലേക്ക് മാറ്റാം. സെപ്പറേറ്റ് ചെയ്യാനുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണിത്. അപ്പം ഞാനിതെങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ടൈം ലൈനിലേക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്തു. ഇപ്പോൾ കല്യാണ വീഡിയോയിലൊക്കെയാണ് കൂടുതൽ ഇത് എഫക്റ്റീവായിട്ട് വരിക. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടൈം ലൈനിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക് അറിയില്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാം. അതിൽ ബേസിക് വീഡിയോസൊക്കെ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ എന്താ ചെയ്ത് എഡിറ്റിംഗ് നേരെ കളർ ടാബിലേക്ക് വരിക. കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു പാനലുണ്ട്. അത് ഓൺ ചെയ്യുക. അത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് ഇവിടെ ഫേസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. ഫേസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫേസ് റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് റീസെറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടേക്ക് ഈ ഫേസ് റിഫൈൻമെൻറ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ കിട്ടും. അതിൽ തന്നെ എഫക്റ്റിൽ തന്നെയാണ് കേട്ടോ. അതിലൊരു വിൻഡോ അപ്പിയർ അതുപോലെ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യാൻ തന്നെ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അനലൈസ് ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എവിടെയാണെന്ന് ഇതിന് മനസ്സിലാവണം. അതിനാണ് അനലൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിക്റ്റേറ്റ് ആവും കേട്ടോ. വലിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ പോലെ ഉണ്ടാവും. ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു വീഡിയോ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിത് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇനി ഇതിൻ്റെ കളർ എന്തെങ്കിലും മാറ്റണമെങ്കിൽ എന്ന് വയ്ക്കോ. ഞാൻ മൊത്തത്തിലൊന്ന് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ. മൊത്തം ഞാൻ കൊളാപ്സ് ചെയ്ത് വെക്കട്ടെ. എക്സ്പാൻഡ് ചെയ്ത് വെച്ചാണ് നേരത്തെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്യാണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാവില്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ കളർ ഗ്രേഡിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആദ്യം എടുക്കുന്നത്. കളർ ഗ്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺട്രാസ്റ്റ്, മിഡ് ടോൺ, കളർ ബൂസ്റ്റ്, ടിൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ ഞാൻ കോൺട്രാസ്റ്റ് എന്ന് കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കൂടുന്ന സമയത്ത് മാറ്റം വരുന്നുണ്ട്, കാണൂല. എന്താ ഈ പച്ച സംഭവം ഉള്ളതുകൊണ്ട് അല്ലേ. അതിനെന്ത് ചെയ്യുക, ഷോ ഓവർലേ കാണാൻ പറ്റും. അനലൈസിന് നേരെ താഴെ അതൊന്ന് അൺടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഓവർലേ ഉണ്ടാവില്ല. ഇനി ഞാൻ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ നോക്കി എൻ്റെ മുഖം കളർ മാറ്റം വരുന്നത് കണ്ടോ. ശരിക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ. മുഖത്തിൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്ക്ഗ്രൗണ്ടിനൊന്നും മാറ്റം വരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇത്തിരി കോൺട്രാസ്റ്റ് കൂട്ടിയിട്ടു. മിഡ് ടോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെയാണ് കൂടുതൽ വരുന്നത്. എൻ്റെ ലൈറ്റാണ് പറയുന്നത്. മിഡ് ടോൺ കണ്ടോ, ലൈറ്റ് കണ്ടോ. ഇപ്പോൾ മൈക്കിൾ എലിയാസ്, ജെക്സൺ എലിയാസ്, വിക്രം എലിയാസ് ആയില്ലേ. നമ്മുടെ സെലിമേട്ടനെ പോലെ ആയി പോയിട്ടുണ്ട്. അത് വേണ്ട, ഒത്തിരി കുറച്ചില്ല. അപ്പോൾ നിങ്ങളെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കളർ കൂട്ടിയും കുറച്ചൊക്കെ കേട്ടോ. അവിടെ കളർ ബൂസ്റ്റ് എന്ന ഓപ്ഷൻ കണ്ടോ. അത് നമ്മുടെ സ്കിന്നിൻ്റെ സാച്ചുറേഷനാണ് കൂട്ടുന്നത് കണ്ടോ. മഞ്ഞ കളർ കൂടിയില്ല ഇത്തിരി ആകുമ്പോൾ ഞാൻ അല്ലാണ്ടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫേസിന് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് പാകത്തിനെ ചെയ്യാവുള്ളേ. എല്ലാം അധികമായി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. ഞാൻ തന്നെ പലപ്പോഴും ചെയ്യുന്ന വീഡിയോസ് കളർ കൂടിപ്പോകും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വലിയ അടുത്ത് ലൈറ്റ് ഇല്ല. അപ്പോൾ എൻ്റെ സാധാരണ ഒരു ബൾബിൻ്റെ ലൈറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ പുറത്ത് നാച്ചുറൽ ലൈറ്റ് രാത്രി ആകുമ്പോഴാണ് കൊടുക്കുന്നത്, പകൽ വിഷയമില്ല. അപ്പോൾ എൻ്റെ പല വീഡിയോസിലും കളർ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഇപ്പോൾ നല്ല കുറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ മുകളിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകുന്നല്ലാണ്ട് വൃത്തിയുള്ള റൗട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അങ്ങ് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കേവല ഷൈനിങ് കണ്ടതാ. ആ മുഖത്തുള്ള തിളക്കം കുറയ്ക്കണമെങ്കിലൊക്കെ ലൈറ്റിൻ്റെ ഷൈനിങ് ഒക്കെ കുറച്ച് മുന്നോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഷൈനിങ് ഒക്കെ കുറയുന്നുണ്ട് അല്ലേ. വൈകോ ഭയങ്കര തിളക്കം. ഇത് സാധാരണ ഇതിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കുറച്ചും കൂടെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് തിളക്കം കുറയും. ഓവർ വലിക്കരുത്, മുഖത്ത് പുട്ടിയിട്ട പോലെ ആയിപ്പോവും. ഓക്കെ, പുട്ടി മനസ്സിലായില്ലേ, മറ്റേ മേക്കപ്പ് ഇട്ട പോലെ. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അതാണ് മൊത്തത്തിലുള്ളൊരു സംഭവം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, സെപ്പറേറ്റ് ഓരോ ഭാഗങ്ങളാണ്. ആദ്യം കണ്ണ്. എൻ്റെ കണ്ണൊക്കെ ഇവിടെ ഡിക്റ്റേറ്റ് ആയോ എന്നറിയില്ല. കണ്ണൊക്കെ മങ്ങി കിടക്കണം. അയ്യോ, ആ ഇവിടെ നോക്കിയോ, കണ്ണിൻ്റെ കളറ് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കി നോക്കാം അല്ലേ. എന്താണ് ഷാർപ്പനിങ്, കണ്ണ് ഷാർപ്പാക്കണമെന്ന്. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്ലറല്ലേ, കണ്ണിൻ്റെ ഷാർപ്നെസ് കൂടുന്നുണ്ട്. കണ്ണിൻ്റെ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഒന്നുകൂടി സൂം ചെയ്യട്ടെ. കണ്ണിൽ തന്നെ നോക്കിക്കോ. തോന്നേരം കണ്ണിൽ നോക്കണ്ട കേട്ടോ, പ്രശ്നമാണ്. കണ്ടോ കണ്ടോ, ഷാർപ്പായി വന്നണ്ട കണ്ണ്. പിന്നെ അതുപോലെ ബ്രൈറ്റ്നെസ്, കണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്രൈറ്റ്നെസ് കൂടുന്നത് കണ്ടോ, കുറയുന്നത് കണ്ടോ. ഇത്തിരി കൂട്ടിയിടാം. പിന്നെ വരുന്നത് ഏതാ, ആ കണ്ണിൻ്റെ ഈ ഒരു ഏരിയയിലെ വെളിച്ചമാണ് അല്ലേ, ഐ ലൈറ്റ് എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ചെറുതാക്കി നോക്കട്ടെ. കണ്ണിൻ്റെ ആ ഒരു ഏരിയയിൽ ഇവിടെ ഉള്ള ആ കളറിനൊന്ന് കൂട്ടുകയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ മുഖത്തിൻ്റെ ഭാവല്ലേ, നല്ല വൃത്തിയിടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഇനി എന്താ ലാസ്റ്റ് എന്താ പറയണം കാണുന്നത്, ഐ ബാഗ് റിമൂവൽ. എന്താ സംഭവം? ആ ഈ സംഭവമാണ് ഐ ബാഗ് കേട്ടോ. അതെനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഐ ബാഗിൻ്റെ ആ ഒരു കറുപ്പ് നിറം റിമൂവ് ചെയ്തു അല്ലേ. ഓക്കെ, ഒക്കെ റീസെറ്റ് ചെയ്തേ. ഇനി ഞാൻ നേരെ പോകണം എങ്ങോട്ടാ, ലിപ്പിലേക്ക് പോകാം. നമുക്ക് ലിപ്പിൻ്റെ കളർ മാറ്റാൻ അല്ലേ, ചുണ്ടിൻ്റെ കളർ നോക്കിക്കോ. ഹൈ, ഇപ്പോൾ പെൺകുട്ടികളെ കാണാൻ ഈ ഒരു ടൈപ്പിലൊക്കെ ഇടും അല്ലേ. ഇപ്പോൾ ഇത്തിരി റോസ് കളറിലേക്കൊക്കെ ഇട്ടിട്ട് അതിൽ സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, കണ്ട കൂട്ടണേ കൂട്ടുക, കുറയ്ക്കണേ കുറയ്ക്കുക. അത് എൻ്റെ ഒരു വീഡിയോയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കണം അല്ലേ. അപ്പർ ലിപ്പ് ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യുന്നതന്നെയല്ല, നല്ല വെളുത്ത ആൾക്കാരൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ മതിയാവില്ലേ. ഇപ്പോൾ നോക്കിയാൽ ലിപ്പ് നോക്കിയാൽ കറക്റ്റ് ഏകദേശം കിട്ടുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് മങ്ങി പോകുന്നുണ്ട്. അതിന് കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ വീഡിയോസ് അല്ല, നമ്മൾ ഔട്ട്ഡോറിൽ നല്ല ക്വാളിറ്റി എടുത്ത് ഫോണിൽ എടുത്താൽ കുറച്ചും ക്വാളിറ്റിയിൽ ക്യാമറയിൽ എടുത്തൊക്കെ ആണെങ്കിൽ വൃത്തിയായിട്ട്, അതായത് കല്യാണ വീഡിയോസൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ, ഫുൾ വീഡിയോ ഒന്നും നടക്കില്ല. ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ക്ലിപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല വൃത്തിയാക്കി എടുക്കുക അല്ലേ. ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായ കളർ വേണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒരു ക്ലിപ്പിൽ മാത്രം വേറെ മേക്കപ്പ് ഒക്കെ കൊണ്ടുവരാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെന്താ ബ്ലഷ് അല്ലേ വയ്ക്കുക, ബ്ലഷ് റീടച്ചിങ്. ബ്ലഷ് എന്താണെന്ന് നോക്കാം അല്ലേ, ഹ്യൂ ഒന്ന് മാറ്റി വയ്ക്കുക, കറക്റ്റ് ചെയ്ത്. ചിലരിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ഇവിടെയൊക്കെ വേറൊരു കളറാക്കൂലേ, ഒരു എന്തെങ്കിലും പറയുക, ഒരു സ്റ്റൈലായിക്കൊണ്ടല്ലേ, അങ്ങനെയൊക്കെ ചെയ്തത് കാണുന്നില്ല എന്നോ കുറവുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ, ഇതിലിങ്ങനെ ചെയ്താൽ മതി, അടിപൊളി. പിന്നെന്താണ് അടുത്തേതാ, ഫോർഹെഡ് പറഞ്ഞാൽ നെറ്റിയല്ലേ, അതെ നെറ്റിയാണ്. നെറ്റിയിൽ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, സാച്ചുറേഷൻ കൂട്ടാൻ നെറ്റി മാത്രം മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി ചീക്കിലാണ് വരുന്നത്. ചീക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണെന്ന്, ആ ഏരിയ അല്ലേ ചീക്ക്, അതെ. ചീക്ക് ഇങ്ങോട്ടും ബാധിക്കും കേട്ടോ. മൊത്തത്തിൽ നേരത്തെ ചെയ്ത ആ ഒരു ഓപ്ഷനൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്, അപ്പോൾ അതങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ചിന്ന താടിയിൽ കളർ മാറ്റാം, സെയിം അത് തന്നെ, അതേ എഫക്റ്റ് തന്നെ. പിന്നെ ഗ്ലോബൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റം വരുന്നത് എന്നുള്ളതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കുറയ്ക്കണം കൂട്ടണം എന്നുള്ള ഒരു ബ്ലെൻഡിങ് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് കളർ ഗ്രേഡിങ്ങിൽ വരുന്നത് അല്ലേ. കളർ ഗ്രേഡിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഇവിടെ റീസെറ്റ് ചെയ്യുക. പിന്നെന്താ വരുന്നത്, ഇപ്പോൾ ഡിറ്റക്ഷൻ പോയോ എന്നുള്ളത് നോക്കണേ. റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീസെറ്റ് ചെയ്ത ആളാണ് ഈ അനലൈസ് പോകുന്നത് കേട്ടോ. താഴെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സെറ്റിങ്സ് മാത്രമേ മാറുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഓവർലേ വേണ്ട, ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നും പോയില്ലല്ലോ, നമ്മൾ പൂക്കിയല്ലേ. ഇത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി വെറുതെ വലിച്ചു നിട്ടണ്ടല്ലോ ഈ സ്കിന്നിൽ. പിന്നെന്താ പറയുക, എൻ്റെ ടെക്സ്ചറിങ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മളെ വൈറ്റ് ബാലൻസിന് തന്നെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ സ്കിൻ മാസ്ക് ആണ് വരുന്നത്. സ്കിൻ മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് പിന്നെ വരുന്നത്. സ്കിൻ മാസ്കിൽ കുറേ ഇൻറ്റേർണൽ എക്സ്റ്റേണലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അതിലൊക്കെ ചെറിയ ഇവിടെയൊക്കെ മാറ്റം വരുന്നുണ്ട് നോക്കിക്കോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് വേണ്ട ഒരു ടൈപ്പിലേക്ക് സംഭവം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. നോയ്സൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് നോയ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫേസ് മാസ്കിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സ്കിൻ മാസ്കിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് വെച്ച ശേഷം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വേറെ ടൈപ്പിലേക്ക് മാറാൻ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്കിന്നെ റിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളും മാറ്റുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാക്സിമം. പറ്റുകയാണെങ്കിൽ നല്ല കമൻസ് ഇടാൻ നോക്കുക. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.